തൃശൂരിലെ തോൽവിക്കു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യം വെച്ച കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും മുരളി പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യം പഴയ തട്ടകം തന്നെയാണ്. തൃശൂരിലെ തോൽവിക്കു പിന്നാലെ ഇനി അങ്ങോട്ട് മത്സരിക്കാനുള്ള ആത്മവിശ്വാസത്തിൽ ചെറിയ ഇളക്കം തട്ടിയിട്ടുണ്ടെന്നാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് നമുക്കൊപ്പം ഉള്ളത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് UDF കൊയ്തത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ. എന്താണ് UDFന്റെ ഈ ആത്മവിശ്വാസത്തിന് കാരണം? അതായത് ഒന്ന്, ഇത്തവണ UDF കെട്ടറപ്പോടുകൂടിയിട്ടാണ് നീങ്ങുന്നത്. എന്ത് വന്നാലും ഭരണം പിടിക്കണമെന്നൊരു വാശി പ്രവർത്തകർക്കുണ്ട്. ഒരിക്കലും ഭരണം കൈവിട്ടു പോകരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നേതാക്കൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത്തേത് ഭരണത്തിൻ്റെ തിക്താനുഭവങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ പലയിടങ്ങളിലും കെ മുരളീധരൻ മത്സരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ഏതെങ്കിലും സീറ്റ് അങ്ങോട്ട് പാർട്ടിയോട് ആവശ്യപ്പെടുമോ? ഇല്ല, ഞാൻ ഒരു സീറ്റ് അങ്ങോട്ട് ആവശ്യപ്പെടില്ല. മത്സരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടില്ല. ഞാൻ കഴിഞ്ഞ തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഒന്ന് ഇലക്ഷൻ രംഗത്ത് നിന്ന് മാറി നിൽക്കണം. ആ ആഗ്രഹം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. ഈ വട്ടിയൂർക്കാവടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അല്ല, ഞാൻ അങ്ങോട്ടൊന്നും പറയില്ല. ഞാൻ മത്സരിക്കണമെന്ന് പോലും ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെടില്ല. എന്നെ മത്സരിപ്പിക്കണം എന്ന പാർട്ടി ആഗ്രഹിക്കുന്നെങ്കിൽ പാർട്ടി തീരുമാനിച്ചോട്ടെ, അല്ലാതെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടില്ല. ഇപ്പോൾ നേരത്തെ ഇന്നലെയൊക്കെ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇത് UDFന് വലിയ തലവേദനയാവുമോ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് UDF മാറുമോ? അത് പരസ്പരം ചർച്ച ചെയ്ത് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും. ഇപ്പം കഴിഞ്ഞ തവണ അവർ ഏതാണ്ട് 26 സീറ്റിൽ മറ്റോ മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ എല്ലാ സീറ്റുകളെക്കുറിച്ചും ചർച്ച നടത്തി. പിന്നെ സിറ്റിംഗ് സീറ്റുകളൊക്കെ അതാത് കക്ഷികൾ തന്നെ ഉറപ്പായിട്ട് മത്സരിക്കും. കോൺഗ്രസ് ജയിച്ച കോൺഗ്രസിൻ്റെ MLA സീറ്റുകൾ, മുസ്ലിം ലീഗ് MLA സീറ്റുകൾ, മറ്റ് ഘടകകക്ഷികളുടെ സീറ്റുകൾ. അതിലിപ്പോൾ UDF മുന്നണിയിൽ RSPക്കാണ് സീറ്റില്ലാത്തത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ ഉൾപ്പെടെ അത് നൽകേണ്ടി വരും. അത് നൽകണം. അതായത് ഇപ്പോൾ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചൊരു വിജയമാണ് ഉണ്ടായത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായാൽ? അതായത് 2010 ഒരു ഓവർ കോൺഫിഡൻസ് UDFനുണ്ടായി. ഞങ്ങൾ എന്താണെങ്കിലും ജയിക്കുമെന്നൊരു ഫീലിംഗ് ഉണ്ടായി. അതുകൊണ്ട് അത് വർക്കിനെ ബാധിച്ചു. രണ്ട്, ഈ ലോക്സഭാ ഇലക്ഷനിൽ അന്ന് പിണറായിയോടുള്ളൊരു അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റും അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു അവർക്ക്, CPMന്. പക്ഷേ 2011 വീണ്ടും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ 2010 ലോക്കൽ ബോഡിയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ചില വോട്ടർമാരൊക്കെ തിരിച്ചുപോയി. അതുതന്നെയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം അതുതന്നെ കൃത്യമായി പ്രതിഫലിക്കും. അത് UDFന് അനുകൂലമായി മാറും എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരൻ പറയുന്നത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.